ഹലോ ഗൈസ്, നമ്മൾ ഇന്നത്തെ പുതിയ വീഡിയോ ആണ്. നമ്മളൊരു ഫ്രീ ഫയറിൻ്റെ ഗെയിം പ്ലേ നമ്മൾ എഴുതിയത്. ഇപ്പോൾ ഫ്രീ ഫയർ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ ഭീമശക്തി കയറി ഇട്ടുന്നുണ്ട്. ഭീമശക്തിയാണ് കാറ്റലീസ് നിങ്ങൾ ആരോ ഇട്ടുണ്ട്. ഞങ്ങൾ പിന്നെ അയച്ചു തരാൻ പറഞ്ഞപ്പോൾ ഞാൻ അയച്ചു തന്നു. ട്രാൻസ്ഫർ ചെയ്തു. അങ്ങനെ ഞങ്ങൾ ചാടി അങ്ങനെ ഞങ്ങൾ കാറ്റലീസൊക്കെ ഇങ്ങനെ ഇറങ്ങിയപ്പോൾ നിങ്ങൾ അപ്പുറത്ത് കൂടി അതിൻ്റെ സ്റ്റാച്ചു ഉണ്ടെങ്കിൽ മറ്റേ തൂണുമൊക്കെ ഇറങ്ങാതെ എഴുതിയിരുന്നു. സ്റ്റാച്ചുവിൻ്റെ അടുത്തില്ല. ഭീമശക്തിയിലെയും കാറ്റലീസൊക്കെ അടുത്തിന് അതിൽ പിന്നെ മനസ്സിലായത് കാറ്റലീസൊക്കെ ഞാൻ ചാടിയപ്പോൾ എത്തൂലെന്ന്. ഞാൻ കുറേ തപ്പി. ഞങ്ങൾ അവസാനം കുറേ ഇവിടെ കിണ്ണപ്പി. ഒരൊറ്റ ഗണ്ണിച്ച് കിട്ടിയില്ല. ഒറ്റ ഗണ്ണ് കിട്ടിയിട്ടുണ്ട്. കുറേ മെഡി കിട്ടിയിട്ട് അവസാനം എത്തുന്നു കിട്ടിയിട്ടുണ്ട്. അവസാനം ഞാൻ പറഞ്ഞ അവിടെ ഗണ്ണുണ്ടായിരുന്നു. അതിൽ ഞാൻ അവിടെ അങ്ങോട്ട് പോകാൻ നിൽക്കുന്നു. ഓല് അവനോട് പിന്നെയും വന്നത് ഗണ്ണുണ്ട്. അപ്പോൾ ഞാൻ ആ ഭാഗത്തേക്ക് പോകാൻ നിൽക്കുന്നു. ഇതിന് ഗണ്ണുണ്ടോ നോക്കിയപ്പോൾ നമുക്കൊരു എക്സമേറ്റ് കിട്ടി. ഇതിനുള്ളത് നമുക്കൊന്നും കിട്ടിയില്ല. ഇതിനൊന്നും ഇനിമുണ്ട് നോക്കാൻ നമ്മൾ കവർ ചെയ്താണ് കളിച്ചിരുന്നത്. ഒരു ക്രോണോൻ്റെ പറഞ്ഞിട്ട് അപ്പോഴാണ് ഞങ്ങൾക്ക് ഒരു ഡാമേജ് കിട്ടുന്നത്. അതിന് ഞാൻ നോക്കിയപ്പോൾ എയിം അടിച്ചപ്പോൾ ഒരു ട്രൈ ചെയ്ത് പക്ഷെ കയറിയില്ല. ട്രൈ ചെയ്ത് എൻ്റെ എന്താ എൻ്റെ ഡോഗ് മറ്റേ നല്ല ഡാമേജ് വരുന്നുണ്ട്. ഞാൻ കുത്തിനെ നമുക്ക് ഫസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഫസ്റ്റ് കിരിച്ച് കിട്ടിയിരുന്നു. ഫസ്റ്റ് കിട്ടിയത് ഞാൻ ആ എയിമിൻ്റെ ലൂട്ട് ബോക്സ് ലൂട്ടാൻ പോകുമ്പോൾ പിന്നെ എൻ്റെ ടീം വണ്ടിയിൽ കയറിയാൽ നോക്കും. അപ്പോഴാണ് മനസ്സിലാവുന്നത് വണ്ടി അവിടെ കുടുങ്ങിക്കാണ്. വണ്ടി എത്ര അങ്ങോട്ട് മുന്നോട്ടും ബാഗൊക്കെ ആക്കിയിട്ടൊന്നും അനങ്ങാം. എത്ര ആണെങ്കിലും അതിൻ്റെ ടീമേജ് പേറ്റുപടി. ഞാനും നോക്കിയപ്പോൾ കയറി ചെന്ന് ഞാനെന്തെങ്കിലും കാട്ടാൻ പറ്റുമെന്ന് നോക്കുമ്പോൾ കുറേ ഡാമേജ് കൊടുത്തു. പക്ഷേ ഒറ്റ പറ്റിയില്ല. എൻ്റെ ടീംമേറ്റിനെ നോക്കാക്കി ഞാൻ കുറേ പക്ഷേ ഒന്നും പറ്റില്ല. ഗ്ലൂവാൾ ആ ടൈമിന് പോലും ചെയ്തില്ല. അങ്ങനെ ഫസ്റ്റത്തെ എൻ്റെ കളി ഇവിടെ കഴിഞ്ഞു. അതിൽ കഴിച്ച് ഞങ്ങൾ ഫസ്റ്റത്തെ കളി ചത്തതിൻ്റെ ഏറിയിൽ ഞങ്ങൾ രണ്ടാമത്തെ കളി സ്റ്റാർട്ടാക്കിയപ്പോൾ പിന്നെ ഒറ്റ നിർബന്ധം ഭീമശക്തിക്ക് ഇറങ്ങണം. അങ്ങനെ ഭീമശക്തിക്ക് എയിം വെച്ച് ഞങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുക. അതിൽ അപ്പുറത്ത് കുറേ എനിമിയുണ്ട്. അതിൽ പിന്നെയും കുറേ മാപ്പ് നോക്കി അവസാനം കുറേ എനിമി അപ്പുറത്ത് കുറേ നല്ല എനിമി ഇറങ്ങിയിരുന്നു. ഭീമശക്തിൻ്റെ പിന്നെ ആ ടവർ കണ്ടപ്പോൾ പിന്നെയും ഓർമ്മ സ്റ്റാച്ചുവിൻ്റെ പവർ ഇട്ടാൽ മതിയെന്ന്. പിന്നെ സ്റ്റാച്ചുവിൻ്റെ പവർ ഇടാൻ പറഞ്ഞു. ഞാൻ നേരത്തെ കളീൻ്റെ കയറിയിട്ട് ഞാൻ ഈ എൽ ഷേപ്പിൻ്റെ മുകളിലേക്ക് ഇറങ്ങാൻ നോക്കിയിരുന്നു. പക്ഷേ ചാടാൻ അങ്ങോട്ട് ഇറങ്ങിയില്ല. എന്തായാലും ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് പോയി. ഞാൻ ഗണ്ണ് ലൂട്ടാൻ നോക്കിയപ്പോൾ തന്നെ ഫസ്റ്റ് നമുക്കൊരു ഗണ്ണൊന്നും കിട്ടി. ഫസ്റ്റ് നമുക്ക് ഒരു AK കിട്ടി. കിട്ടിക്കണ്ട് അതിൻ്റെ ഒപ്പം പേരറിയില്ല. പേരറിയാത്ത ഗണ്ണുണ്ട്. അതിൻ്റെ ഇടയിൽ ഉറക്കത്ത് മെസ്സേജ് ഞങ്ങൾ നോക്കിയപ്പോൾ അവിടെ നിന്ന് ഇവിടുന്ന് നോക്കി കുറച്ച് എനിമുണ്ട്. നോക്കിയപ്പോൾ ഒരു എനിമിയുണ്ട്. അതിൽ നമുക്ക് കിട്ടി. പേര് എന്താ ഇപ്പോൾ പേരിച്ചറിയില്ല. ഒരു ഗണ്ണിനെ പറ്റി തോമസ് കിട്ടി. തോമസിൻ്റെ ഫേവറേറ്റ് ഗണ്ണാണ്. ഞാൻ തോമസ് ഈ കളിയിൽ മാറ്റാൻ എഴുതി. കളി മൊത്തം തോമസം കൊണ്ട് കൊണ്ടുപോകാൻ കരുതി. അതിലിപ്പോൾ വിളിച്ചു ഏതൊരു ഗണ്ണുണ്ടായിരുന്നു. ഞാൻ ആ ഗണ്ണ് നോക്കിയപ്പോൾ ഡ്രോഗൺ വെച്ച് വേണ്ടായിരുന്നു. പിന്നീട് VSK94 ഉണ്ടായിരുന്നു. പിന്നെ കഴിച്ച് നമ്മൾ കുറേ കൂട്ടിന് ശേഷം വന്നു. ഇവിടെ എനിമിൻ്റെ ഒരു സൗണ്ട് ഇട്ടപ്പോൾ ഇങ്ങോട്ട് വന്നതാണ്. അതിൽ കുറേ നോക്കിയിട്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നോക്കി കിട്ടിയില്ല. അതിൽ നമ്മൾ വിളിച്ചത് ഇവിടെ എനിമിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ അങ്ങോട്ട് പോയിരുന്നു. ആ ഞാൻ ഒരു എനിമിനെ കണ്ടു. എനിമിനെ ഇടിക്ക് ഒരു എയിം കിട്ടിയില്ല. അതുകൊണ്ട് കുറച്ചുകൂടി ഷോട്ട് പോയപ്പോൾ നമ്മൾ ഡോഗ് പെരും ഡാമേജ് അതിൽ ഞാൻ ആ എനിമിനെ കണ്ടത് റഷ്യ തുടങ്ങിയതും നമ്മളെ നല്ല ഡാമേജ് കൊടുത്തു. എന്നിട്ട് ഞാൻ ആ ഫോക്കസ് ഏൽപ്പിച്ചില്ല. അതിന് നല്ല ഡാമേജ് നല്ലൊരു നോക്കെടുത്ത് നമ്മൾ ഈ കളിത്തെ ഫസ്റ്റ് ഇരുത്തു. അതിൻ്റെ ഒപ്പം നമ്മൾ നായി അടിച്ചു. നമ്മൾ ടീമേറ്റിനോട് റിവൈവ് ചെയ്യാൻ പറഞ്ഞപ്പോൾ നമ്മൾ റിവൈവ് ചെയ്തപ്പോൾ കവർ കിക്കാൻ പറഞ്ഞു. ഞാൻ ആ കവർക്ക് പിന്നെ നമ്മൾ ഗ്ലൂട്ട് നല്ലോണം മെഡ് ചെയ്തിട്ട് സ്ക്രീൻ റെക്കോർഡിൻ്റെ ബട്ടൺ ഉണ്ടായത് കുറേ ആണല്ലോ. സൂപ്പർ മെഡ് ചെയ്ത് മെഡിന് ശേഷം നമ്മൾ ഔത്തേക്ക് ഒന്നുകൂടി സേഫ് കവറായതിനു ശേഷം എവിടെയെല്ലാം ലൗട്ട് കൊണ്ട് ഇരുത്തി നോക്കിയപ്പോൾ നമ്മൾ ടീമേറ്റിനെ നോക്കാക്കി. ഞാൻ ഒന്നും നോക്കിയില്ല. ഗ്ലൂട്ട് റിവൈവ് ചെയ്തു. മോളിനടിച്ചിട്ട് ഞാൻ കവറോ റെഡിക്കോ നോക്കിയാണ്ട് റിവൈവ് ചെയ്തു. അവസാനം റിവൈവ് ചെയ്ത് ഞാൻ കുറേ നോക്കി. അവസാനം കണ്ടില്ല. ഞാൻ എന്ത് ചെയ്തി എൽ ഷേപ്പ് പേരിൻ്റെ അങ്ങോട്ട് പോയേക്കാം. അതിൻ്റെ മുകളിൽ നിന്ന് കാണുമെന്ന് എഴുതിയാൽ നോക്കി. അതുകൊണ്ട് നമ്മൾ എൽ ഷേപ്പ് പേരിൻ്റെ അങ്ങോട്ട് ഞാൻ പോയേക്കാണ്.
പോണ കുറേ നമുക്ക് ഒരു പ്ലാസ്മ കണ്ടു, പക്ഷേ പ്ലാസ്മ വേണ്ട എഴുതി. ഇനിയിപ്പോൾ നിങ്ങൾ പെട്രോൾ പമ്പിൻ്റെ സാധനത്തിൻ്റെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ എൽ ഷേപ്പറിൻ്റെ ഔത്ത് കയറിയപ്പോൾ അവിടെ നമുക്ക് നിന്നിട്ടില്ല. അപ്പോൾ ഡബിൾ ഡോക്ടർ ഉണ്ടായിരുന്നു, ഡബിൾ ഡോക്ടറിൻ്റെ കാര്യമില്ലാത്തതാണ് ഞാൻ എടുത്തില്ല. അപ്പോൾ കുറേ സ്കോപ്പും എയിമൊക്കെ ചെയ്ത് നോക്കി വിട്ടിട്ട് മീൻ കിട്ടിയില്ല. അതിൽ കുറേ നേരം നോക്കി ഒരു എറ്റിന് അതിൽ നമ്മുടെ ടീമേറ്റ് ലോഞ്ചർ കിട്ടുന്നു. ഞങ്ങൾ നോക്കുന്നത് ഒരൊറ്റ ഒരു തേങ്ങ ഒരു ഗ്ലൂ വോൾ ഇടും. ഞാൻ ആ ഗ്ലൂ വോൾ ഒക്കെ പിടിച്ചു. പാക്കിൽ ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ കഴിച്ച് നമ്മൾ കുറേ ലൂട്ടൊക്കെ കിട്ടി, ചെയിനൊക്കെ ഇട്ട് ഞങ്ങൾ വണ്ടി കൊണ്ടിരിക്കുന്നു. സേഫ്ക്ക് കയറാൻ ഞങ്ങളെ പ്ലാന് സേഫ്ക്ക് കയറാനായിരുന്നു. അതിൽ ഒരു ബാക്കിൽ നിന്ന് പെരിട്ട് കിട്ടി. ഞാൻ ഗ്ലൂ ഇട്ടും കണ്ട് കവർ ചെയ്ത് കണ്ടെന്ന് മെഡ് ചെയ്യാൻ നോക്കി. മെഡ് അതിൽ ഓനപ്പുറത്തേക്ക് എവിടെ നോക്കിയപ്പോൾ ഓനോട് നിന്ന് മെഡ് ചെയ്യാം. അതിൽ ഞങ്ങൾ ചെയിന് കട്ടായി. ഞാൻ എനിമി നോക്കിച്ച് എനിമിനെ കാണുന്നുണ്ട്. അതിൽ ഓൻ്റെ ഭാഗത്തു നിന്ന് കാണാമെങ്കിൽ ഞാൻ ഓൻ്റെ ഭാഗത്തേക്ക് പോയി നോക്കാനിടയിൽ പിന്നെ ഒരു ഡാമേജ് കിട്ടി. അതിൽ ഞാൻ ഓൻ്റെ ഭാഗത്തേക്ക് എന്താ വെച്ചാൽ ആകട്ടെ എഴുതി പോയി നോക്കി. അതിൽ പേറ്റി അതിൽ ഞങ്ങൾ കവറിലോനെ കിട്ടുമോ നോക്കി, കിട്ടില്ല. അങ്ങനെ ചാടി വണ്ടി കിട്ടി, എങ്ങനെയെങ്കിലും കിട്ടുമെന്ന് പുറത്തേക്ക്. അവസാനം ഞാൻ അവനെ കണ്ടു. ആ ടാങ്കറിൻ്റെ ബാക്കിൽ ഞാൻ കുറേ എയിം കിട്ടും എഴുതി നോക്കും. ഒരു കൈ തരുന്നില്ല. അവസാനം ഞാൻ എന്ത് ചെയ്യാൻ പിന്നെ നമ്മുടെ ടീംമേറ്റ് ലോഞ്ചർക്ക് ഇട്ടുണ്ടായിരുന്നു. അതിലൊന്നും കിട്ടിയില്ല. അതിൽ നമുക്ക് നോക്കുമ്പോൾ ബാക്കിൽ നിന്ന് പേറ്റി നോക്കുമ്പോൾ ഒരു ചെറുക്കൻ കാറും കൊണ്ട് ഞാൻ കുറേ മാറാൻ നോക്കി, പക്ഷെ എന്നെ കുത്തിയിട്ട് കില്ലെടുത്തു. നമ്മൾ ടീംമേറ്റിൻ്റെ കളി എന്താ നോക്കിയെന്ന് വെച്ചാൽ